Hi my dear children, welcome to our EVS class. ഇന്നത്തെ EVS ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നാം കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും ഒന്ന് ചർച്ച ചെയ്യാം. ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പരിചയപ്പെട്ടത് തന്നെയാണ് ലിവിങ് ഓൺ ലാൻഡ്, ലിവിങ് ഇൻ വാട്ടർ. ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, അപ്പോൾ അത് ചെയ്യേണ്ടതില്ല. പിന്നീട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഫിഷ്, ഇതും നമ്മൾ നോട്ട് എഴുതി പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ബോട്ട് ലൈക്ക് ഷേപ്പ്, ഫിൻസ് ആൻഡ് ടെയിൽസ് ടു സ്വിം ഇൻ വാട്ടർ, ബ്രീത്തിങ് ത്രൂ ഗിൽസ്, സ്ലിപ്പറി ബോഡി, വെൽ അറേഞ്ച്ഡ് സ്കെയിൽസ്, ആബ്സെൻസ് ഓഫ് ഇയേഴ്സ് ആൻഡ് നെക്ക്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ചെവിയും കഴുത്തും ഇല്ല നമ്മുടെ ഫിഷിന്. ഓക്കെ, ദെൻ വാട്ട് ഈസ് അഡാപ്റ്റേഷൻ, അതും നമ്മൾ ഇന്ന് ഒന്ന് പരിചയപ്പെടുത്തി ഓർമ്മപ്പെടുത്തി അല്ലേ. ആൻഡ് ഓർഗാനിസം ഹാസ് സർട്ടൻ പെക്യൂരിയാരിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ടു ലീവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ദിസ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. ഇതൊക്കെ നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് കാണും. ദെൻ അഡാപ്റ്റേഷൻ ഓഫ് ലോട്ടസ്, അതാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെട്ടത്. ഇറ്റ് ഡസ് നോട്ട് ഡീക്കേ, ചെയ്യുന്നില്ല അല്ലേ. ഇറ്റ് ഹാസ് എയർ ഹോൾസ് ഇൻ സ്റ്റെം ആൻഡ് ലീവ്സ്. തേർഡ് വൺ, ദ ലീവ്സ് ഹാവ് എ വാക്സ് ലൈക്ക് കോട്ടിംഗ്. ദെൻ ഫോർത്ത് വൺ, ദ ലീവ്സ് ഫ്ലോട്ട് ഇൻ വാട്ടർ. തുടർന്ന് നമ്മൾ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും എന്താണെന്ന് മനസ്സിലാക്കി. അത് നമ്മൾ പഠിക്കുന്നതിന് മുൻപ് പാഠപുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകാം. നാം ഇന്ന് പരിചയപ്പെട്ട പാഠഭാഗം ഇതാണ്, പേജ് നമ്പർ 11. ഹൂ ഈസ് സ്മാർട്ടർ, ആരാണ് കേമൻ? ഐ ആം ദ വൺ ഹൂ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഹോം ടു മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം. ഞാനാണ് ഏറ്റവും കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത്. ബൂസ്റ്റഡ് ദ ഗ്രാൻഡ് ഓൾഡ് ബനിയൻ ട്രീ. ആൽമുത്തശ്ശി പറഞ്ഞു, പൊങ്ങച്ചമായിട്ട് പറഞ്ഞു. റിയലി? Why don't you look around carefully? Almost all organisms live in me. In fact, even you, Granny Banyan, dwell in me. Climb the soil. മണ്ണ് അതിന് തർക്കിക്കുകയാണ്. ആൽമുത്തശ്ശിയോട് എന്താണ് പറയുന്നത്? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, എന്നിലാണ് കൂടുതൽ ജീവികളും വസിക്കുന്നത്. ഈ പറയുന്ന ആൽമുത്തശ്ശിയും എന്നിലല്ലേ നിൽക്കുന്നത്? മണ്ണ് തിരിച്ചടിച്ചു, അല്ലെങ്കിൽ മണ്ണ് പ്രതികരിക്കുകയാണ് നമ്മുടെ ആൽമുത്തശ്ശിയോട്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ്. ആനിമൽസും പ്ലാന്റ്സും, സസ്യങ്ങളും ജന്തുക്കളും പരസ്പരം ആശ്രയിക്കുന്നു, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു. എന്തിനാണ്? ടു സർവൈവ്, അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നത്. നാം ഇപ്പോൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് പഠിച്ചു അല്ലേ. വാട്ട് ഈസ് ലിവിങ് തിങ്? എന്താണ് ലിവിങ് തിങ്? വാട്ട് ഈസ് നോൺ ലിവിങ് തിങ്സ്? എന്താണ് നോൺ ലിവിങ് തിങ്? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കൂ. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക് ഫാക്ടേഴ്സ്. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനുള്ള വസ്തുക്കളാണ് എന്ത്? ബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനില്ലാത്ത വസ്തുക്കളാണ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, ലിവിങ് തിങ്സ് ബയോട്ടിക് ഫാക്ടേഴ്സ്, നോൺ ലിവിങ് തിങ്സ് abiotic factors. Can human beings live without air and water? മനുഷ്യന് വായുവും ജലവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? How do biotic and abiotic factors depend on each other? ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും, ബയോട്ടിക് എന്ന് വെച്ചാൽ ജീവിയം, അബയോട്ടിക് എന്ന് വെച്ചാൽ അജീവിയം, ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ഈ ഫാക്ടേഴ്സ് പരസ്പരം ആശ്രയിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്കിന്ന് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അതിൽ
3 ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? നോക്കൂ, ബയോട്ടിക് ഓർ അബയോട്ടിക് ഫാക്ടേഴ്സ്. ഈ കോളത്തിൽ ബയോട്ടിക് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് എഴുതണം. ഇതിൽ ഇന്റർ ഡിപ്പെൻഡൻസ്, പരസ്പര ആശ്രയത്വം, എങ്ങനെയാണ് ഇവർ തമ്മിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിഷ് ആരെയൊക്കെ ആശ്രയിക്കുന്നു, മനസ്സിലായോ? നോക്കൂ, ഫിഷ് ലിവ് ഇൻ വാട്ടർ. ഫിഷിന് ജീവിക്കാൻ എന്ത് വേണം? വാട്ടർ വേണം അല്ലേ? അപ്പോൾ ഫിഷ് വെള്ളത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസം ഇൻ വാട്ടർ. വെള്ളത്തിലെ ചെറിയ ജീവികളെയാണ് ഫിഷ് ആഹാരമാക്കുന്നത്. ഇനി വാട്ടർ നോക്കൂ. പ്രൊവൈഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസം. ജീവജാലങ്ങൾക്ക് താമസ സ്ഥലം ഒരുക്കുന്നു. ബനിയൻ ട്രീ മേക്ക് ദ സോയിൽ ഫെർട്ടൈൽ. മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു. ഹെൽപ്പ് റിറ്റെയിൻ വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ബാക്കിയുള്ളവ നമുക്ക് നോക്കാം. ലോട്ടസ് സോയിൽ, വാട്ടർ ആൻഡ് എയർ നീഡഡ് ഫോർ ഇറ്റ് എക്സിസ്റ്റൻസ്. ലോട്ടസിന് ജീവിക്കാൻ എന്തൊക്കെ വേണം? സോയിൽ, മണ്ണ് വേണം. വാട്ടർ, വെള്ളം വേണം. എയർ വേണം. എന്തിനാണ് സോയിൽ? നമ്മൾ പഠിച്ചു അല്ലേ? അതിൻ്റെ ലോട്ടസിൻ്റെ റൂട്ട് ഒരുപാട് ആഴത്തിൽ വളരുന്നതാണ്. അത് വെള്ളത്തിനടിയിലെ മണ്ണിൽ ഊർന്നിറങ്ങി വളരുന്ന വേരുകളാണ് അതിനുള്ളത്. അപ്പോൾ അതിന് സോയിൽ വേണമല്ലോ. ഓക്കെ, ഇനി ഗീവ് ഫുഡ് ടു ഹണി ബീ, ബീറ്റിൽ എക്സെട്ര. ഇനി ലോട്ടസ് ആർക്കൊക്കെ സഹായം ചെയ്യുന്നുണ്ട്? ഹണി ബീക്കും അതുപോലെ ബീറ്റിൽ, അവർക്കൊക്കെ ആഹാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തേൻ നുകർന്ന് ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അടുത്തത് റോക്ക്. റോക്ക് എന്താണ്? പാറ. സ്മോൾ പ്ലാന്റ്സ് ലീവ് ഓൺ ഇറ്റ്. ചെറിയ ചെറിയ പ്ലാന്റ്സ് നമ്മുടെ പാറയിലാണുള്ളത്, പാറയിൽ വളരുന്നുണ്ട്. മെനി ആനിമൽസ് മേക്ക് ഇറ്റ് എ ഷെൽട്ടർ. ഒരുപാട് ചെറിയ ആനിമൽസ് റോക്കിനെ അതിൻ്റെ വാസസ്ഥലമായി, അതിൻ്റെ വിശ്രമ സ്ഥലമായി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് സ്ലോലി ചേഞ്ച് ആ സോയിൽ. ഇത് പാറ പതിയെ പൊടിഞ്ഞ മണ്ണ് ഉണ്ടാകുന്നു. ദെൻ എയർ ഫോർ ബ്രീത്തിങ്, ശ്വസിക്കുന്നതിന്. ഇൻ ഫോട്ടോസിന്തസിസ്, എന്താണ്? പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഫോട്ടോസിന്തസിസ്. വലിയ ക്ലാസ്സുകളിൽ നിങ്ങളത് പഠിക്കും. ഹെൽപ്പ് ഇൻ റെയിൻ, മഴ പെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ദെൻ ഫ്രോഗ് സോയിൽ, വാട്ടർ ആൻഡ് എയർ ഈസ് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഫ്രോഗിന് നിലനിൽക്കാൻ മണ്ണ് വേണം, വാട്ടർ വേണം, എയർ വേണം. ടേക്ക് ഇൻസെക്ട്സ് ആസ് ഫുഡ്. ചെറിയ ചെറിയ ജീവികളെയൊക്കെ അത് ആഹാരമാക്കുന്നു. സ്നേക്ക്, കൈറ്റ്, ക്രെയിൻ ടേക്ക് ഫ്രോഗ് ആസ് ഫുഡ്. ഫ്രോഗിനെ പാമ്പും പരുന്തും കൊക്കുമൊക്കെ ആഹാരമാക്കുന്നു. അപ്പോൾ ഇന്റർഡിപ്പെൻഡൻസ് മനസ്സിലായല്ലോ, പരസ്പര ആശ്രയമാണ്. ദെൻ വാട്ടർ സ്നേക്ക്, നീർക്കോലി. സോയിൽ, എയർ ആൻഡ് വാട്ടർ ആർ എസെൻഷ്യൽ ഫോർ ഇറ്റ് എക്സിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ടേക്സ് ഫ്രോഗ് ആൻഡ് സ്മോൾ ഓർഗാനിസം ആസ് ഫുഡ്. സ്നേക്സ്, കൈറ്റ്, ഓൾ മംഗൂസ് ടേക്ക് ഇറ്റ് ആസ് ഫുഡ്. പാമ്പ് അല്ലെങ്കിൽ നീർക്കോലി ഫ്രോഗ് പോലുള്ള ചെറിയ ജീവികളെ ആഹാരമാക്കുന്നു. അതേസമയത്ത് കൈറ്റും ഔളുമൊക്കെ സ്നേക്കിനെ ആഹാരമാക്കുന്നു. ദെൻ ലൈറ്റ്, പ്രകാശം. എസെൻഷ്യൽ ഫോർ ഫുഡ് പ്രിപ്പറേഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആഹാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രകാശം എന്തിനാവശ്യമാണ്? സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്നതിന് ആവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ഓർഗാനിസം. എല്ലാ ജീവികളുടെയും നിലനിൽപ്പിന് പ്രകാശം ആവശ്യമാണ്. ദെൻ ടോർട്ടോയിസ് സോയിൽ, എയർ ആൻഡ് വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഇതിൻ്റെ നിലനിൽപ്പിന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സോയിലും എയറും വാട്ടറും വേണം. ഇറ്റ് ടേക്സ് സ്മോൾ ഓർഗാനിസം ആൻഡ് പ്ലാന്റ്സ് ആസ് ഫുഡ്. ചെറിയ ജീവജാലങ്ങളെയും പ്ലാന്റ്സിനെയും ഒക്കെ ആഹാരമാക്കുന്നു. ദെൻ സോയിൽ, പ്ലാന്റ്സ് ലീവ് ഓൺ ദ സോയിൽ. പ്ലാന്റ്സ് ജീവിക്കുന്നത് എവിടെയാണ്? സോയിലിലാണ്. മെനി ആനിമൽസ് മേക്ക് സോയിൽ ആസ് ഷെൽട്ടർ. ഒരുപാട് ജീവികളുടെ ഷെൽട്ടറാണ്, അവരുടെ വാസസ്ഥലമാണ് സോയിൽ അല്ലേ? ഒത്തിരി ജീവികളെ നമുക്ക് കാണാമല്ലോ മണ്ണിൽ. സോയിൽ സ്റ്റോർ വാട്ടർ ഇൻ ഇറ്റ്. സോയിൽ, മണ്ണ് വെള്ളം സംഭരിച്ച് വെക്കുന്നുണ്ട് അതിനടിയിൽ. ഓക്കെ,
ദെൻ വൈൻസ്, വള്ളിപ്പടർപ്പ്. ഡിപ്പെൻഡ് അതർ പ്ലാന്റ്സ് ഫോർ ദെയർ ഗ്രോത്ത്, അതിൻ്റെ വളർച്ചയ്ക്ക് മറ്റ് ജീവജാലങ്ങളെ ആശ്രയിക്കുന്നു, മറ്റു പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു. ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം ഫോർ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. പരാഗണത്തിനും അതുപോലെ വിത്ത് വിതരണത്തിനും എല്ലാം മറ്റ് ജീവജാലങ്ങളെ ഇത് ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മുടെ പട്ടിക പൂർത്തിയായിട്ടുണ്ട്. ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്കിത് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാവുന്നതാണ്. ഇനി ഇതിൽ ഉള്ളത് എക്സാമിൻ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ജനറൽ ഫാക്ട് യു ഹാവ് ഫൗണ്ട് ഔട്ട്. പട്ടിക പരിശോധിച്ച് നിങ്ങൾ കണ്ടെത്തിയ പൊതുവായ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. We can see that living and non-living thing in an area depend on each other. ഒരു ചുറ്റുപാടിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ, ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും പരസ്പരം ആശ്രയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡ് ദ മ്യൂച്വലി ഡിപ്പെൻഡ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ്. അതായത് എന്താണ് പെർട്ടിക്കുലർ പ്ലേസ്? ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന, മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന, പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു എക്കോസിസ്റ്റം. മലയാളത്തിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയും. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന, മ്യൂച്വലി ഡിപ്പെൻഡ്, പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ, അത് ഉൾപ്പെട്ടതാണ് എന്ത്? ഒരു എക്കോസിസ്റ്റം. ഇത് കാണാതെ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുവാനുള്ളത്. പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.